ജൂത ചതി വീണ്ടും. സീസ് ഫയർ എന്ന ട്രംപ് അവതരിപ്പിച്ച നാടകം 24 മണിക്കൂർ ആകുന്നതിന്റെ മുന്നേ ഇസ്രായേല് ലെബനിൽ പൊളിച്ചു. അതായത് ഇറാൻ തന്റെ മുഴുവൻ ശക്തിയും എടുത്ത് എല്ലാ തരത്തിലും പ്രതിരോധിച്ചുകൊണ്ട് സാമ്പത്തികമായി ലോകത്തിനെ പുതിയൊരു ഞെരുക്കത്തിലേക്ക് കൊണ്ടെത്തിച്ചു. ഹോർമൂസ് സ്ട്രെയിറ്റ് ക്ലോസ് ചെയ്യുന്ന വഴി വിവിധ അമേരിക്കൻ അലയിലുള്ള അല്ലെങ്കിൽ അമേരിക്കൻ ബേസ് വെച്ചിട്ടുള്ള രാജ്യങ്ങളെ ആക്രമിക്കുക വഴി. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ഇവര് അമേരിക്ക സീസ് ഫയർ പ്രഖ്യാപിച്ച് നിന്ന സമയത്ത് ഒരു ദിവസം പോലും പൂർത്തിയാകുന്നതിന് മുമ്പ് ഇസ്രായേലിന് തന്റെ തനിക്കുണം കാണിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അവരുടെ പ്രോബ്ലം ഇറാനോ അവരുടെ പ്രോബ്ലം ഈ പറയുന്ന മറ്റുള്ള അറബ് രാജ്യങ്ങളോ ഒന്നുമല്ല. ഇസ്രായേലിൻ്റെതായ അജണ്ടയുണ്ട്. ഈ അജണ്ട തുറന്നു പറയാൻ അവർക്ക് പറ്റുന്നുമില്ല. പക്ഷെ അവർക്ക് അതിന് പ്രവർത്തിച്ചേ പറ്റൂ. കാരണം അടിമകളായി പോയില്ലേ. അവര് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന കൺസെപ്റ്റ് പ്രാവർത്തികമാക്കാൻ വേണ്ടിയാണ് ഈ പെടാപ്പാടൊക്കെ പെടുന്നത്. ഇപ്പൊ നമുക്ക് നോക്കാം. ഇവരുടെ ഗ്രേറ്റർ ഇസ്രായേലിന്റെ കൺസെപ്റ്റ് വരുന്നത് ഈജിപ്തിലെ നൈൽ നദി മുതൽ ഇറാഖിലെ യൂഫ്രട്ടീസ് വരെ അതിൽ പെടുന്ന രാജ്യങ്ങളാണ് ഈ തച്ച് തകർക്കുന്നത്. ഈ ഒരു കൺസെപ്റ്റ് മാത്രം മനസ്സിലായാൽ മതി എന്താണ് ഈ നടക്കുന്നതെന്ന് മനസ്സിലാകാൻ. ഇപ്പൊ ലബനാൻ, ഈ ഗ്രേറ്റർ ഇസ്രായേലിന്റെ കൺസെപ്റ്റ് പറയുകയാണെങ്കിൽ വെസ്റ്റ് ബാങ്കിലുള്ള പലസ്തീന്, ലബനാൻ, സിറിയ, ജോർദാൻ, സൗദി അറേബ്യ, ഈ 5 കൂടി വലുതാക്കിയിട്ട് ഇവർക്കൊരു ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ട് ബൈബിളിൽ ഇവർക്ക് എന്തോ ഒരു വാഗ്ദാനം ചെയ്യപ്പെട്ട ദൈവഭൂമിയുണ്ട്. ഇസ്രായേലികൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട അത് ദൈവം കൊടുക്കൂലെങ്കിൽ ഇവര് അടിച്ചെടുക്കുന്ന പറയുന്നത്, അത് യുദ്ധം ചെയ്തിട്ട് നേടിയെടുക്കുന്ന പറയുന്നത്. ഇതിന്റെ ബേസിക് ഐഡിയ എന്ന് പറഞ്ഞാൽ ഇവരാണ് ഈ മതഭ്രാന്തിൽ അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റിൽ വിശ്വസിച്ചുകൊണ്ട് ലോകത്ത് രക്തപ്പുഴ ഇന്ന് ഒഴിക്കുന്നത്. പക്ഷേ അവർക്ക് ലോകത്തിന് മുന്നിൽ കാണിക്കാൻ വേണ്ടി, ഇസ്ലാമോഫോബിയ ഉണ്ടാക്കാൻ വേണ്ടി അവർ തന്നെ അവരുടെ സൃഷ്ടിയായിട്ട് ഉണ്ടാക്കിയെടുത്ത ആക്രമണങ്ങളിൽ കൂടി നമ്മുടെ ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ ഇവര് ഈ ഹെസ്ബുള്ള എന്നൊരു സാധനം ഉണ്ടെങ്കിൽ അതിനെ തെരഞ്ഞു പിടിച്ച് കൊല്ലുകയല്ലേ ചെയ്യേണ്ടത്. ഈ ലബനാനിൽ ഇന്ന് നടന്നത് എന്താ? 150ഓളം ടാർഗറ്റ് പോയിന്റ് വെച്ചിട്ട് എല്ലായിടത്തും കൊണ്ടുപോയി ബോംബിടുകയാണ്. മരിച്ചതാരാ? സ്കൂളിൽ പഠിക്കുന്ന ചെറിയ കുട്ടികൾ, 100ഓളം കുട്ടികൾ, 100ഓളം സ്ത്രീകൾ. ഇന്നലെ മാത്രം റിപ്പോർട്ട് ചെയ്ത 400 ആൾ മരിച്ചതിൽ അതിന്റെ 60 to 70% പെൺകുട്ടികളും സ്ത്രീകളുമാണ്. ഇവരാണോ ഹെസ്ബുള്ള? എന്നിട്ട് വന്നിട്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി വന്നിട്ട് പറയും ഹെസ്ബുള്ള എവിടെ ഉണ്ടെങ്കിലും ഞാൻ കൊല്ലും. എടാ നീ പോയി ഹെസ്ബുള്ളയെ കൊല്ലടാ. നോൺസെൻസ്. പാവപ്പെട്ട സ്ത്രീകളെയും കുട്ടികളെയും കൊന്നിട്ടാണോ നീ ഹെസ്ബുള്ളയെ കൊല്ലുന്നത്? ഇത് ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു ഇതിലും വലിയ ക്രൂരമായ. അപ്പൊ നമ്മള് ഈ യുദ്ധം അമേരിക്ക തമ്മിലാണെന്നോ ഇറാൻ തമ്മിലാണെന്നോ ഇസ്രായേലും ഇറാനും തമ്മിലാണെന്നോ ഇതൊരു പുറം ചട്ട മാത്രമാണ് യുദ്ധത്തിന്റെ. ഫിനാൻഷ്യൽ വാർ വേറൊരു ഭാഗത്ത് നടക്കുന്നുണ്ട്, അതില്ല എന്ന് പറയുന്നില്ല. അത് അമേരിക്ക എന്ന ലോക പോലീസ് എന്നറിയപ്പെട്ട അല്ലെങ്കിൽ ലോക സമ്പദ്ഘടനയുടെ രാജാവെന്ന് സ്വയം അവർ വിശേഷിപ്പിച്ച അവരും പക്ഷെ ഇന്നത്തെ ഗ്രൗണ്ട് റിയാലിറ്റിയിൽ ലോകത്ത് ഏറ്റവും സാമ്പത്തികമായും ടെക്നോളജിക്കൽ പരമായും മറ്റെല്ലാ ശക്തി കൊണ്ടും ലോകത്തെ ഏറ്റവും പവർഫുൾ രാജ്യമായ ചൈനയും തമ്മിലുള്ള ഒരു കോൾഡ് വാറിന്റെ ഭാഗമായിട്ടുള്ള ഒരു അടിയെന്ന് നമുക്ക് ഇതിനെ പറയാൻ പറ്റൂ. റഷ്യ ഒരു ഭാഗത്തുണ്ട്. റഷ്യ അനിഷേധ്യമായിട്ടുള്ള ഒരു രാജ്യമായിട്ട് അവിടെ നിലകൊള്ളുന്നുണ്ട്. അപ്പോൾ ഇതിലെ മെയിൻ ഫൈറ്റ് ഈ സാമ്പത്തിക ഫൈറ്റ് മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. കാരണം സാമ്പത്തിക ഫൈറ്റ് മാത്രമാണെങ്കിൽ ആ സാമ്പത്തിക ഫൈറ്റിനെ മറികടക്കാൻ വേണ്ടിയാണ് അമേരിക്കയുടെ തന്നെ പ്രസിഡന്റായ ട്രംപ് സ്വയം കീഴടങ്ങിക്കൊണ്ട് സീസ് ഫയർ വെച്ചത്. പക്ഷെ ആ സീസ് ഫയർ അംഗീകരിക്കാൻ ഈ തെമ്മാടി രാജ്യമായ ഇസ്രായേൽ റെഡിയല്ല. ആ കൈവേറകൾക്ക് ഗ്രേറ്റർ ഇസ്രായേൽ വേണം. എന്നാൽ അത് തുറന്നു പറയാം, നമുക്ക് ഗ്രേറ്റർ ഇസ്രായേൽ വേണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കരാറുണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ബാക്കി അങ്ങനെ ആരെങ്കിലും രാജ്യങ്ങൾ വിട്ടുകൊടുക്കൂടെ? ഇവർ എത്ര ആളെ കൊല്ലാൻ പോകുന്നത്? ഇവരിപ്പോ ഇത്രയും വർഷങ്ങളുടെ രക്തപ്പുഴ ഒഴുക്കിയിട്ട് പോലും ഗസയിലെയോ വെസ്റ്റ് ബാങ്കിലെയോ ആൾക്കാർ പോകാൻ തയ്യാറല്ല. നിങ്ങൾ അവിടെയുള്ള അവസാനത്തെ കുട്ടിയെ വരെ കൊന്നാൽ പോലും അടുത്തെങ്കിലും ആ ഒരു അവകാശികൾ, ആ രാജ്യത്തിന്റെ അവകാശികൾ വരും. നിങ്ങളിപ്പം പറയുന്നു ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈജിപ്തിലെ നൈൽ നദി മുതൽ ഇറാഖിലെ യൂഫ്രട്ടീസ് നദി വരെയുള്ള ഏരിയകൾ ഞങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഗ്രേറ്റർ ഇസ്രായേൽ നിങ്ങൾക്ക് നേടാൻ വേണ്ടി രക്തപ്പുഴ ഒഴിക്കുന്ന വാശി നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്ത് നിങ്ങൾ എത്ര ആൾക്കാരെയാണ് കൊല്ലാൻ പോകുന്നത്? അതായത് ഹിറ്റ്ലർ 2ാം ലോക മഹായുദ്ധത്തെ കാലത്ത് കൊന്ന ജൂതന്മാരുടെ കണക്ക് പറയുന്നത് 6 മില്യൺ ആണ്, 60 ലക്ഷം.
പക്ഷെ അതിലും കൂടുതൽ ആൾക്കാരെ കൊന്നാൽ പോലും നിങ്ങളുടെ ഗ്രേറ്റർ ഇസ്രായേൽ എന്നുള്ള കൺസെപ്റ്റ് നടക്കാൻ ഈ ഒരു വരുന്ന 100 കൊല്ലത്തിലേക്ക് നടക്കൂല എന്നുള്ളത് ആ ഒരു ബോധ്യം പോലും ഇല്ലാതെ ലോകത്തുള്ള എല്ലാ ഭാഗത്തും അക്രമവും അനീതിയും കൊലപാതകവും ചെയ്തുകൊണ്ട് മുന്നോട്ട് എത്ര കാലം ഇസ്രായേൽ ഇനി മുന്നോട്ട് പോകും ഇതേ രീതിയിൽ? ബൈബിളിൽ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ദൈവം വാഗ്ദാനപ്പെട്ട ഗ്രേറ്റർ ഇസ്രായേൽ നിങ്ങൾ നേടിയെടുക്കുന്നത് ഒരു ഭാഗത്ത് അവിടെ കിടക്കട്ടെ. ചരിത്രത്തിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ ലോകത്ത് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ആട്ടി ഓടിക്കപ്പെട്ട ജൂതൻ യൂറോപ്പിൽ എന്താ നടന്നത്? 1-ാം ലോക മഹായുദ്ധകാലത്തും 2-ാം ലോക മഹായുദ്ധകാലത്തും യൂറോപ്പിൽ എന്താ നടന്നത്? ഹിറ്റ്ലർ എന്താ ചെയ്തത്? എന്താണ് അതിന്റെ കാരണം? ഹോളോകോസ്റ്റ് എന്തിനു വേണ്ടിയാണ് നടന്നത്? ഹിറ്റ്ലറിന് എന്തുകൊണ്ട് ജൂതന്മാരെന്ന ഒരു വർഗത്തെ മാത്രം ഹിറ്റ്ലർ തെരഞ്ഞുപിടിച്ച് കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചത് ഹിറ്റ്ലറിന്റെ ഓൺലി നാസി സുപ്പീരിയോറിറ്റി തിയറി കൊണ്ട് മാത്രമാണോ? അല്ലെങ്കിൽ സോ കോൾഡ് ആര്യൻ സുപ്പീരിയോറിറ്റി തിയറി പ്രകാരം ഇൻഫീരിയർ ആയിട്ടുള്ള ലോകത്തുള്ള എല്ലാ ജൂതന്മാരെയും കൊന്ന് ഒടുക്കണമെന്നുള്ള ഹിറ്റ്ലറിന്റെ ഒരു വാശി കൊണ്ട് മാത്രമാണോ ഹിറ്റ്ലർ ജൂതന്മാരെ മൊത്തം 40,000-ഓളം കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലും ഗ്യാസ് ചേംബറുകളിലുമാക്കിയും അല്ലാതെ നിരത്തി നിന്ന് വെടിവെച്ചും പീഡിപ്പിച്ച് ഈ ജൂതന്മാരെയൊക്കെ ഹിറ്റ്ലർ കൊന്നത് എന്തുകൊണ്ടാണ്? എന്തിനു വേണ്ടിയാണ്? 1-ാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനി പാടെ പരാജയപ്പെട്ടു. അത് സോഷ്യലായാലും എക്കണോമിക് ആയാലും പൊളിറ്റിക്കലി ആയാലും എല്ലാ തരത്തിലും ജർമ്മനി ഇല്ലാതായി. 1933 ഹിറ്റ്ലർ ചാൻസലറായി അധികാരമേറ്റു. അപ്പോൾ ഹിറ്റ്ലറിന്റെ ഒരു തിയറി പ്രകാരം ജർമ്മനി അനുഭവിച്ച എല്ലാ പ്രോബ്ലംസിനും ഇതെന്റെ അഭിപ്രായമല്ല, ഹിറ്റ്ലറിന്റെ അഭിപ്രായമാണ് പറയുന്നത്. 1933 ഹിറ്റ്ലർ മനസ്സിലാക്കിയത് അല്ലെങ്കിൽ ഹിറ്റ്ലർ പഠിച്ചു വെച്ചത്, ഹിറ്റ്ലർ ആ സമയത്തെ സാമൂഹിക സാമ്പത്തികമായിട്ടുള്ള എല്ലാ ചുറ്റുപാടിൽ നിന്നും ഹിറ്റ്ലർ പഠിച്ചു വെച്ചത് അക്കാലത്ത് യൂറോപ്പ് അനുഭവിച്ച ഏറ്റവും വലിയ പ്രോബ്ലം അത് ജൂതനായിരുന്നെന്നാണ്. അത് ശരിയോ തെറ്റോ എന്നുള്ളത് ചരിത്രം വിലയിരുത്തപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. ഇന്ന് ലോകത്ത് നടക്കുന്ന എല്ലാ കൊലപാതകങ്ങളും എല്ലാ യുദ്ധങ്ങളും എല്ലാ സോ കോൾഡ് മറ്റുള്ള സംഘടനകളെ ഉണ്ടാക്കി അതിനെ ഫണ്ട് ചെയ്ത് ആ സോ കോൾഡ് അതിനെ മറ്റുള്ള പേരുകൾ കൊടുത്തുകൊണ്ട് അവരെ കൊല്ലാൻ വേണ്ടിയാന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളെയും സ്ത്രീകളെയും കൊന്നുകൊണ്ട് ഇന്നത്തെ കാലത്തും അതേ രീതിയിലുള്ളൊരു പ്രതിഭാസം നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ ഹിറ്റ്ലറെ നമ്മൾ എത്രത്തോളം കുറ്റം പറയാൻ പറ്റും നമുക്ക് എന്ന് ചോദിച്ചാൽ ഹിറ്റ്ലർ പറഞ്ഞ മുന്തിയ ജാതി സിദ്ധാന്തത്തെ നമുക്ക് തള്ളിപ്പറയാം. പക്ഷേ ഹിറ്റ്ലർ അതിനുവേണ്ടി പറഞ്ഞ കാരണം, ഇവരെ കൊല്ലാൻ വേണ്ടി പറഞ്ഞ കാരണം വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അതായത് ഹിറ്റ്ലറിന്റെ കൺസെപ്റ്റ് പ്രകാരം ഹിറ്റ്ലറിന്റെ തിയറി ആദ്യം പറയാം, എന്നിട്ട് നമുക്ക് നമ്മളെ റിയാലിറ്റിയിലേക്ക് വരാം. ഹിറ്റ്ലറിന്റെ തിയറി വളരെ സിമ്പിൾ ആണ്. ദ ഹിറ്റ്ലർ തിയറി വാസ് ദാറ്റ് ദ സുപ്പീരിയർ റേസ് വാസ് ഓൺലി ദ ജർമ്മൻ നാസീസ്. നാസി സുപ്പീരിയോറിറ്റി തിയറി അല്ലെങ്കിൽ ആര്യൻ സുപ്പീരിയോറിറ്റി തിയറി എന്ന് നമുക്ക് അതിനെ വിളിക്കാം. അപ്പോൾ ഈ ഒരു ഐഡിയയിലാണ് ഹിറ്റ്ലർ പ്രവർത്തിച്ചത്. പക്ഷേ ആ സമയത്ത് പോലും ഹിറ്റ്ലർ വേറൊരു അതിന്റെ റീസൺ ആയിട്ട് ഹിറ്റ്ലർ പറഞ്ഞിട്ടുണ്ടായത് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1-ാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധം ഉണ്ടാകാൻ തന്നെ കാരണം പോലും ഈ ജൂതന്മാരുടെ ബാക്ക് സ്റ്റാബിങ് മിത്ത് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ജൂതന്മാര് പുറമേ പ്രവിശ്യ നമ്മൾ പുറമേ കാണുമ്പോൾ അവർ യൂറോപ്പിന്റെ ഭാഗമായി നിൽക്കുകയും അതേ സമയത്ത് തന്നെ അവര് എതിർചേരിയിൽ പോയി അവിടെ വേണ്ടുന്ന ഫണ്ടുകളും കാര്യങ്ങളും സപ്ലൈ ചെയ്തുകൊണ്ട് യൂറോപ്പിനെ നശിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു പ്രവൃത്തി എടുത്തെന്നാണ് ഈ ഹിറ്റ്ലർ മനസ്സിലാക്കിയത്. അതായത് സോക്കോൾഡ് ഹിറ്റ്ലർ കൊന്നത് വെറും ഏറ്റവും വലിയ രസം 1933 പവറിൽ വന്നിട്ട് ഈ ഹോളോകോസ്റ്റ് നടക്കുന്ന 1938 മുതൽ 45 വരെ നമുക്ക് മനസ്സിലായിടത്തോളം ഹിറ്റ്ലർ കൊന്നിട്ടുള്ളത് വെറും ജർമ്മനിയിലെ ജൂതന്മാരെയല്ല, യൂറോപ്പിലൊട്ടാകെയുള്ള അവിടെ നമ്മുടെ ഫ്രാൻസിലായിക്കോട്ടെ, അത് പിന്നെ സ്പെയിനിലായിക്കോട്ടെ, അതുപോലെ തന്നെ റൊമാനിയയിലായിക്കോട്ടെ, സെർബിയയിലായിക്കോട്ടെ, അത് ഹംഗേറിയിലായിക്കോട്ടെ, ചെക്ക് റിപ്പബ്ലിക്കിലായിക്കോട്ടെ, നമ്മുടെ എല്ലാ യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യങ്ങളിൽ നിന്നും തെരഞ്ഞു പിടിച്ചുകൊണ്ട് അവരെ ഹിറ്റ്ലറും ഹിറ്റ്ലറിന്റെ പട്ടാളവും കശാപ്പ് ചെയ്തത് ഈ പറഞ്ഞ കാരണം കൊണ്ടാണ്. അതായത് 1-ാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനിയിലുള്ള യൂറോപ്പിലുള്ള നാസീസിനെ അവരുടെ അധപതനത്തിന് കാരണം ഈ ജൂതന്മാരുടെ ഡബിൾ സ്ട്രാറ്റജി കൊണ്ടാണെന്ന് പറയുന്നത്.
അവർ പുറമേ നോക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയുകയും എന്നാൽ പ്രവിശ്യ അവർ ബാക്കിൽ പോയിക്കൊണ്ട് ബാക്കിൽ നിന്നൊരു കത്തി എടുത്ത് കട്ടപ്പ ബാക്കിൽ നിന്ന് കുത്തിയ പോലത്തെ ഒരു സീനാണ് ഹിറ്റ്ലർ വിഭാവനം ചെയ്തത്. പക്ഷേ ഇത്രയും, എൻ്റെ ചോദ്യം എന്താന്ന് വെച്ചാൽ, ഇത്രയും കൊലപാതകങ്ങൾ നടത്തിയത്, ഈ ജൂതന്മാരെ മൊത്തമായി ഇല്ലാതാക്കാൻ നോക്കിയത് യൂറോപ്യൻ സൊസൈറ്റിയാണ് അല്ലേ? എന്നിട്ട് ഇവർ ഈ ലോകത്ത് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും, യൂറോപ്പിൽ നിന്നും പിന്നെ ഈ പറഞ്ഞ എല്ലാ സോക്കോൾഡ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ആട്ടി ഓടിക്കപ്പെട്ട ഒരു സമൂഹമായ ഇവന്മാർക്ക് 948 ഇവര് പലസ്തീന്റെ ഭാഗമായി ചെറിയൊരു ഏരിയ ആയിട്ടുള്ള അവിടെ ഫ്രീ സ്പേസിൽ നമ്മൾ നാടോടികൾക്ക് ടെന്റ് അടിച്ചിട്ട് ഓരോ നമ്മുടെ നാട്ടുകളിൽ സ്ഥലം കൊടുക്കൂലേ, അങ്ങനെ കൊടുത്തൊരു സ്ഥലമാണ് ഇസ്രായേൽ. അവിടെ ഇരുന്നു കൊണ്ടാണ് ഇവന്മാര് ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി കയ്യേറി ഒക്യുപ്പൈഡ് ലാൻഡുകളാക്കിയിട്ടാണ് ഇന്ന് കാണുന്ന ഇസ്രായേൽ രാജ്യം ഉണ്ടാക്കിയത്. അപ്പൊ ഹിറ്റ്ലർ പറഞ്ഞതിനും ഇതിനും തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, രണ്ടിടത്ത് ഒരു കാര്യം നടക്കുന്നുണ്ട്. സോഷ്യലി, എക്കണോമിക്കലി, പൊളിറ്റിക്കലി ദീസ് പീപ്പിൾ ആർ ഫഗിങ് ദ സൊസൈറ്റി. ഇവർക്ക് വേണ്ടത് രാജ്യവും ഭക്ഷണവും പാർപ്പിടവും താമസവും ഭക്ഷണവും ആണെങ്കിൽ അത് പറഞ്ഞിട്ട് ഇവർ പ്രവർത്തിക്കുക. ഇവരതല്ല പറയുന്നത്. ഇവർ പറയുന്നത് എന്താ, മറ്റവൻ എന്നെ നാളെ ആക്രമിക്കുമെന്നുള്ള ഭയം കൊണ്ട് ഇന്ന് തന്നെ പോയി അവന്റെ നാട്ടിലെ എല്ലാ സ്ത്രീകളെയും കുട്ടികളെയും ഞാൻ കൊല്ലുകയാണ്. അംഗീകരിക്കാൻ പറ്റുമോ? എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് ആക്രമണം നിങ്ങൾ എടുത്തോ. ഇവരൊരു പ്ലാൻ ഓഫ് ഓപ്പറാൻഡി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവർ ആദ്യം ഇസ്രായേൽ സോക്കോൾഡ് ഒരു സംഘടന ഉണ്ടാക്കിയെടുക്കും. അതിന്റെ പേര് XYZ എന്തെങ്കിലും ആയിക്കോട്ടെ, അമ്മൂസും പൊറോട്ടയോ അല്ലെങ്കിൽ മറ്റേ എന്താ പേര് അസ്ബുള്ളിയോ കുസ്ബുള്ളിയോ എന്തെങ്കിലും ആട്ടെ. ഈ സാധനങ്ങൾ ഏതെങ്കിലും ഒരു മുക്കില് ഏതെങ്കിലും ഒരു ആള് നടത്തുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു വലിയ വെർഷൻ സയനിസ്റ്റുകൾ ഫണ്ട് ചെയ്തിട്ട് ഉണ്ടാക്കും. എന്നിട്ട് അവരെ കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇവര് തന്നെ എവിടെയെങ്കിലും ഒരു വലിയ അക്രമം ഉണ്ടാക്കും. ഇതൊക്കെ വേൾഡ് മീഡിയാസും പ്രൊപ്പഗണ്ടയായി അവതരിപ്പിക്കും, നല്ലൊരു കഥയായിട്ട് അവതരിപ്പിക്കും. ഇങ്ങനെയുണ്ട് വേൾഡിൽ എല്ലാ രാജ്യങ്ങളിലും പൊട്ടിത്തെറിക്കുന്നതൊക്കെ നമ്മന്റെ ആൾക്കാരാണ്, ഇവരാണ് പൊട്ടിത്തെറിക്കാൻ പോകുന്നത്, അതുകൊണ്ട് ഇവരെ വളരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ആക്രമണം അയച്ചുവിടും. ഈ ആക്രമണം അയച്ചുവിടുന്നത് എവിടത്തേക്കാണ്? കുട്ടികളുടെയും സ്ത്രീകളുടെയും മേത്തേക്ക്. എന്തിനാണ് ഈ ആക്രമണം അയച്ചുവിടുന്നത്? അവരെ ഉന്മൂലനം ചെയ്ത് ആ സ്ഥലം ഇങ്ങ് കൈക്കലാക്കണം. അവിടെയാണ് ഞാൻ പറഞ്ഞ പോയിന്റിലേക്ക് എത്തിപ്പെടുന്നത്, ദ ഗ്രേറ്റർ ഇസ്രായേൽ. ഇതാണ് വേണ്ടത്, മനസ്സിലായോ? എനിക്ക് വേണ്ടത് ഒരു സാധനമാണ്, പക്ഷെ ഞാൻ പറയുന്നത് വേറൊരു സാധനം വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിൽക്കുന്നത്. അതായത് എന്നെ വന്ന് അവരൊക്കെ ആക്രമിക്കാനും കൊല്ലാനും സാധ്യതയുണ്ട് 10 വർഷങ്ങൾക്ക് ശേഷം. അതുകൊണ്ട് ഞാൻ അവരെ മൊത്തമായി ഉന്മൂലനം ചെയ്യാൻ പോവുകയാണ് എന്നുള്ള രീതിയിലാണ് ഇസ്രായേൽ പ്രവർത്തിക്കുന്നത്. ഏതുപോലെ? ഹിറ്റ്ലർ അവരെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചതുപോലെ. എന്താ വ്യത്യാസമുള്ളത്? അപ്പോൾ അവിടെ ഹിറ്റ്ലർ ജൂതന്മാരോട് ചെയ്ത അതേ സംഭവമാണ് ജൂതൻ ഇന്ന് ലോകത്തിന് കൊടുത്തുകൊടുക്കുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. പല സുഹൃത്തുക്കളും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് പോലെ ലബനാൻ എന്ന് പറഞ്ഞാൽ അവിടെ മൊത്തം ഉള്ളത് ഈ പറഞ്ഞ ഒരു മതക്കാർ മാത്രമല്ല. ലബനാനൊക്കെ ഒരുപാട് പുരാതനമായ ചർച്ചുകളുള്ള സ്ഥലമാണ്. ലബനാൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് സംസ്കാരങ്ങളുടെ സങ്കര ഇനമാണ്, വിളനിലമാണ് ലബനാൻ. ഒരു പാവം ജനത. പക്ഷെ അവരെ ആക്രമിക്കാണ്ട് ഇസ്രായേലിന് പറ്റില്ല. കാരണം എങ്ങനെ പലസ്തീൻ ആക്രമിച്ച് നശിപ്പിച്ചതുപോലെ, എങ്ങനെ സിറിയ ആക്രമിച്ച് നശിപ്പിച്ചതുപോലെ, ഇനി പിന്നെ ഇറാന്റെ അടുത്ത് ഇവരെന്താ ഈ അടിക്ക് പോകുന്നതെന്ന് വെച്ചാൽ, ഇവർ ഈ ലബനാനെ ആക്രമിക്കുമ്പോൾ, സിറിയയെ ആക്രമിക്കുമ്പോൾ അതിനെതിരെ ശബ്ദിക്കുന്ന ഒരേ ഒരാൾ ഇറാനാണ്. കാരണം ഇറാൻ അവർക്ക് ആവശ്യമില്ല. ഇറാൻ അങ്ങ് എവിടെയോ കിടക്കുന്നത്, അപ്പുറത്താണ് കിടക്കുന്നത്. പക്ഷേ ഈ മേഖലയിൽ ആർക്കെന്ത് സംഭവിച്ചാലും അതിന് ചോദ്യം ചെയ്യാനും അതിനെതിരെ ഒരു അക്ഷരം 2 വാക്ക് പറയാന്ന് പറയില്ല നമ്മൾ. അതിനെപ്പറ്റി ഒരു നീതി നിഷേധം നടന്നു കഴിഞ്ഞാൽ, ഒരു അക്രമം നടന്നു കഴിഞ്ഞാൽ, ഒരു തെമ്മാടിത്തരം നടന്നു കഴിഞ്ഞാൽ ഏറ്റവും മിനിമം അതിനെ തടയാൻ കൈകൊണ്ടോ സാമ്പത്തികമായോ പൊളിറ്റിക്കലിയോ അല്ലെങ്കിൽ സോഷ്യലോ നമുക്ക് പറ്റുന്നില്ലെങ്കിലും ഏറ്റവും മിനിമം ആയിട്ടുള്ള മര്യാദ എന്ന് പറഞ്ഞാൽ അതിനെതിരെ 2 വാക്ക് സംസാരിക്കുക എന്നുള്ളതാണ്. അതും പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അടിമത്തത്തിന്റെ ഏറ്റവും അവസാന തട്ടിലാണ് നിങ്ങളുള്ളത്. അടുത്ത നിങ്ങളുടെ മരണമാണ്. ആ ഒരു പോയിന്റിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഇനി ഞാൻ ഇപ്പോൾ ഈ ലാസ്റ്റ് സ്റ്റേജിൽ പറയാൻ പോകുന്നത്,
ഈ ഗ്രേറ്റർ ഇസ്രായേൽ എന്നുള്ള കൺസെപ്റ്റിൽ ഇപ്പൊ ഞാൻ പറഞ്ഞതിനോട് എതിർക്കുന്നവരും ഉണ്ടാകാം, ഇങ്ങനെയല്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് നിങ്ങളിപ്പോ ഏതൊരു സെർച്ച് എഞ്ചിനിലായിക്കോട്ടെ, സ്വന്തം നിങ്ങളിപ്പോ പറയുന്ന പോലെ ജൂതന്റെ തന്നെ സെർച്ച് എഞ്ചിനാണല്ലോ ഗൂഗിള്, അല്ലെങ്കിൽ മറ്റുള്ള ChatGPT കാര്യങ്ങളൊക്കെ. അപ്പൊ നിങ്ങൾ ഈ അതിൽ തന്നെ കൺസെപ്റ്റ് ഓഫ് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഫസ്റ്റ് ആൻസർ എന്താ അതിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഗ്രേറ്റർ ഇസ്രായേൽ ഓർ എറട്ടസ് ഇസ്രായേൽ ഹാ ഷെമേല, അത് അവന്മാരുടെ ഭാഷയാണ്, is a Zionist, largely right-wing ideological concept advocating for an expanded Israeli state encompassing historical biblical lands, often interpreted and as extending from the Nile River in Egypt to the Euphrates River in Iraq. This vision includes the West Bank, Gaza, and the parts of neighboring Arab countries of Syria, Lebanon, Jordan, and Saudi Arabia. Frequently viewed as a religious and historical duty by proponents. ചരിത്രപരമായി ബൈബിള് വാഗ്ദാനം ചെയ്ത് അവരുടെ ഈ രാജ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയുള്ള പുണ്യപ്രവൃത്തിയാണ് ഗ്രേറ്റർ ഇസ്രായേൽ കൺസെപ്റ്റിലൂടെ നമ്മുടെ സുഹൃത്തായ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതിന്റെ കീ ആസ്പെക്ട് ഓഫ് ദ കൺസെപ്റ്റിലേക്ക് നമുക്ക് വരാം. ബൈബിളിക്കൽ ഫൗണ്ടേഷൻ എന്നും പറയും. അതിന് ബേസ്ഡ് ഓൺ ദ പ്രോമിസസ് ഇൻ തോറയിൽ പറഞ്ഞ വാഗ്ദാനം പ്രകാരം, ഓക്കെ, അതിൽ പറയുന്നത് ജെനസിസ് 15, സുവിശേഷം 15, 18, 21. Proponents argue the land is a divine inheritance of extending from the river of Euphrates to the great river in the Egypt, Nile to Euphrates. Okay. Territorial scope, while interpretation varies, some definition focus on the West Bank and the Gaza, while the more maximalist vision to the parts of Lebanon, Syria, Jordan, and Saudi Arabia. The idea combines religious, nationalistic, and security arguments aiming to solidify Jewish sovereignty over all mandatory Palestinian and beyond. Zionisറ്റുകളുടെ ഇത് പ്രകാരം the concept has roots in early revolutionary Zionism with figures like Theodor Herzl's writings outline expanded state. ഇത് സത്യം പറയാൻ വെച്ചാൽ ഇങ്ങനെ വായിച്ചു പോകേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇതിൽ ഗ്രേറ്റർ ഇസ്രായേലിന്റെ എന്താണ് കൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചുരുക്കി പറയാന്ന് വെച്ചാൽ 1-ാം ലോക മഹായുദ്ധത്തിലും 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഹിറ്റ്ലർ ഹോളോകോസ്റ്റിലൂടെ കൊന്ന് തള്ളിയ ജൂതന്മാരുടെ രക്തത്തിനുള്ള പക ഇവരെടുക്കുന്നത് ഇങ്ങനെയാണ്. ഹിറ്റ്ലർ കൊന്നു, യൂറോപ്പിൽ ഹിറ്റ്ലർ കൊന്നത് ഹിറ്റ്ലറിന്റെ സ്വന്തം ഹിറ്റ്ലർ ഒറ്റക്കാണ് ഇത് ചെയ്തത്. അങ്ങനെയാണോ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? നോ, ഹിറ്റ്ലർ ഒരു പ്രതിബിംബം മാത്രമായിരുന്നു. യൂറോപ്പിൽ ഒട്ടാകെ ഉണ്ടായിരുന്ന ഒരു വികാരമായിരുന്നു 1-ാം ലോക മഹായുദ്ധത്തിന്റെ 2 ഭാഗത്തും ഫണ്ട് ചെയ്തത് ജൂതന്മാരാണെന്നുള്ളതിന് വ്യക്തവും സോളിഡുമായിട്ടുള്ള അവർക്ക് അവരുടെ ഒരു അഭിപ്രായം നിലനിന്നിരുന്നു. മനസ്സിലായില്ലേ? 1-ാം ലോക മഹായുദ്ധം ഉണ്ടായതും അന്ന് നടന്നിട്ടുള്ള ജർമ്മനിയുടെ വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ സോഷ്യലി, പൊളിറ്റിക്കലി, എക്കണോമിക്കലി, സാമൂഹികപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും സാമ്പത്തികപരമായിട്ടും യൂറോപ്പിനെ മൊത്തം നശിപ്പിച്ച 1-ാം ലോക മഹായുദ്ധത്തിന്റെ കാരണമായിട്ട് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന പൊതുവികാരത്തിൽ നിന്ന് ഉടലെടുത്ത ഒരു സവിശേഷമായ ഒരു ഐഡിയോളജി ആയിരുന്നു ഹോളോകോസ്റ്റ്. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഹിറ്റ്ലർ ഒരു പ്രതിബിംബം മാത്രമാണ്, പാവം പെയിന്റർ. അദ്ദേഹം ഇതില് ലോകത്തിന്റെ മുന്നിലേക്ക് വെച്ച് കാണപ്പെട്ടത് ഹിറ്റ്ലറിലൂടെയാണെന്ന് മാത്രം. ചോദിക്കട്ടെ, ഹിറ്റ്ലർ ആണെങ്കിൽ ജർമ്മനിയിലുള്ള മാത്രം ജൂതന്മാരെയല്ലേ കൊല്ലണ്ടു? ഹിറ്റ്ലർ ആയിരുന്നോ യൂറോപ്പിന്റെ മൊത്തം അധിപതി? നോ, ഹിറ്റ്ലർ വാസ് ദ ചാൻസലർ ഓഫ് ജർമ്മനി ഫ്രം 1933 to 1945. ഹിറ്റ്ലർ മരിക്കുന്നത് വരെ ഹിറ്റ്ലർ ആയിരുന്നു. ഈ 12 കൊല്ലം ഹിറ്റ്ലർ ജൂതന്മാരെ തെരഞ്ഞു പിടിച്ച് കൊന്നത് യൂറോപ്പ് ഒട്ടാകെയുള്ള ജൂതന്മാരെയാണ്. അല്ലാതെ 6 മില്യൺ ജൂതന്മാരൊന്നും ജർമ്മനിയിൽ മാത്രമില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഫ്രാൻസ്, സ്പെയിന്, ഞാൻ പറഞ്ഞ റൊമാനിയ, സെർബിയ, സ്ലോവാക്യ, ഹംഗറി, അതുപോലുള്ള യൂറോപ്യൻ യൂണിയനിലുള്ള എല്ലാ ജൂതന്മാരെയും പല ഭാഗത്തുനിന്ന് ഹിറ്റ്ലർ അവിടെയുള്ള യൂറോപ്യൻ ഭരണങ്ങളുമായി ടൈഅപ്പ് ചെയ്തുകൊണ്ട് വേട്ടയാടുകയായിരുന്നു. ഒരിക്കലും അതിനെ അംഗീകരിച്ചുകൊണ്ട് പറയുന്നതല്ല, പക്ഷെ യാഥാർത്ഥ്യമാണ്.
അന്ന് കുറച്ച് ജൂതന്മാർ അവിടെയും ഇവിടെയും രക്ഷപ്പെട്ട ആ ജൂതന്മാരാണ് ഒരു 1-2 കപ്പൽ കയറിയിട്ട് 948 ഇസ്രായേൽ എന്ന് പറഞ്ഞുകൊണ്ട് പലസ്തീൻ്റെ ഒരു മൂലക്ക് വന്നിരുന്നത്. അടിച്ചമർത്തപ്പെട്ടവന്റെ രോഷം എന്ന് പറയൂലേ, അടിച്ചമർത്തപ്പെട്ടവന്റെ, നീതി നിഷേധിക്കപ്പെട്ടവന്റെ, കൊലപാതകത്തിന് ഇരയായപ്പെട്ടവന്റെ രോഷം, ആ രോഷം നിങ്ങൾ തീർക്കേണ്ടത് നന്നായി ജീവിച്ചിട്ടാണ്, ലോകത്തിന് മാതൃകയായിക്കൊണ്ടാണ്. അല്ലാതെ നിങ്ങളെ ഹിറ്റ്ലറും യൂറോപ്യൻ യൂണിയനിലുള്ള ആൾക്കാരും കശാപ്പ് ചെയ്തെങ്കിൽ, കൂട്ടക്കുരുതി അന്ന് നടന്നെങ്കിൽ ആ കൂട്ടക്കുരുതിക്കെതിരായിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ പറയേണ്ടത് ലോകത്തിന് തിന്മ കൊടുത്തുകൊണ്ടല്ല, നിങ്ങൾ സിറിയയിലുള്ള പാവപ്പെട്ട കുട്ടികളെ കൊന്നുകൊണ്ടല്ല, ലബനാനിലുള്ള സ്ത്രീകളെ കൊന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താ കാര്യം? ഇറാനിലുള്ള സ്കൂളുകൾക്ക് ബോംബ് ചെയ്തുകൊണ്ട് 200 പെൺകുട്ടികളെ ഒറ്റയടിക്ക് കൊന്നുകൊണ്ട് നിങ്ങൾ എന്താണ് നേടുന്നത്? എവിടെയാണ് നിങ്ങളുടെ ഗ്രേറ്റർ ഇസ്രായേൽ ഇറാനിൽ കിടക്കുന്നത്? അപ്പോൾ ഈ ബേസിക് സയോണിസ്റ്റ് അജണ്ട മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇന്നീ കാണുന്ന യുദ്ധത്തെപ്പറ്റി സംസാരിച്ചിട്ടേ കാര്യമുള്ളൂ. ഇന്നീ കാണുന്നത് ശരിക്കും യുദ്ധമാണ്, അല്ലെങ്കിൽ ബിസിനസ് യുദ്ധമാണ്. കാരണം ഇറാൻ ഇതുവരെ ലോകത്ത് ശക്തിയായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സൂപ്പർ പവേഴ്സ് ആയിട്ട് പല രാജ്യങ്ങളുണ്ട്. സൂപ്പർ പവേഴ്സ് ആയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ദ പുടിൻസ് റഷ്യ, the one and only legend, the undeniable, the communist party's power grenade, the China. ഇത് മൂന്നുമാണ് വേൾഡ് സൂപ്പർ പവേഴ്സ്. ലോകത്തെല്ലാവരും അംഗീകരിച്ചേ പറ്റൂ, അല്ലേ? ആ കാറ്റഗറിയിലേക്ക് ഒരാളും കൂടി കയറാൻ വേണ്ടി നടന്നൊരു യുദ്ധം എന്ന് ഞാൻ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ആ കയറിയവന്റെ പേരാണ് ദ ലെജൻഡറി ഇറാൻ. അവരാ കയറിയത് എങ്ങനെയാണ്? അവർ കയറിയത് അവരുടെ മിലിറ്ററി പവർ കൊണ്ടാണോ? നോ. അവർ കയറിയത് അവരുടെ കുബുദ്ധി കൊണ്ടാണോ? നോ. അവർ കയറിയത് അവരുടെ സാമ്പത്തിക പവർ കൊണ്ടാണോ? നോ. അവർ കയറിയത് അവരുടെ മിസൈലിന്റെ പവർ കൊണ്ടാണോ? നോ. അവർ കയറിയത് അവർ ലോകത്തിന് കാണിച്ചു കൊടുത്തൊരു സാധനമാണ്, ഇഫ് യു ഹാവ് ഗട്സ് യു വിൽ ഫൈറ്റ് എനി ഫക്ക്. അതായത് ശക്തി, മാനസികമായ പവർ ഉണ്ടെങ്കിൽ ഒരു രാജ്യത്തിന്റെ ഹെഡായ അവരുടെ ബോസിനെ ഒന്നാമത്തെ ദിവസം കൊല്ലുന്നു, രണ്ടാമത്തെ ദിവസം അവരുടെ മിലിറ്ററി ഹെഡിനെ കൊല്ലുന്നു, മൂന്നാമത്തെ ദിവസം അവരുടെ ഫിനാൻഷ്യൽ ഹെഡിനെ കൊല്ലുന്നു. അങ്ങനെ അവരെ എല്ലാ നേതാക്കളും നഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു രാജ്യം ഈ ഒരു പവർഫുൾ സ്റ്റേറ്റിലെത്തി നിൽക്കുന്നത്. അവരെല്ലാവരെയും അടിച്ചു. അമേരിക്ക വന്നിട്ട് അവിടെ ബോംബിട്ട് സ്കൂളിലെ കുട്ടികളെ കൊന്നു, അവരെ ബോസിനെ കൊന്നു. ഓക്കെ, വി ക്യാൻ സീ വാട്ട് വി ക്യാൻ ഡു. അവരെങ്ങനെ യുദ്ധം ചെയ്തതെന്ന് വെച്ചാൽ ടപ്പേന്ന് മറ്റല്ല. അവർ യുദ്ധം ചെയ്തത് ഇങ്ങനെയാണ്: 1 2 3 4 5 6 7 8 9 10. So shall we count from 11? അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. അതായത് 1 2 3 അവർ ഒരു ബോംബ് അവിടെ കൊടുക്കുന്നു, ഒരു ബോംബ് ഇവിടെ കൊടുക്കുന്നു, ഒരു ബോംബ് അമേരിക്കയുടെ ആ ബേസിൽ കൊടുക്കുന്നു, ഒരു ബോംബ് അമേരിക്കയുടെ ഇപ്പുറത്തെ ഖത്തറിലെ ബേസിൽ കൊടുക്കുന്നു, അവിടെ ദുബൈയിൽ കൊടുക്കുന്നു, അത് ഇവിടെ കൊടുക്കുന്നു, മറ്റേടത്ത് കൊടുക്കുന്നു. അവിടെ സൈപ്രസിൽ നിന്നെന്തോ ആരോ വരാൻ പോകുന്നുണ്ട്, സൈപ്രസിലേക്ക് ഒന്ന് കൊടുത്തേ, സൈപ്രസിൽ കൊടുക്കുന്നു, ഇസ്രായേലിലേക്ക് കൊടുക്കുന്നു. സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് അങ്ങ് ക്ലോസ് ചെയ്തുകൊണ്ട് വേൾഡിന്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി മൊത്തം ഇല്ലാതാക്കുന്നു. യുദ്ധം തുടങ്ങുമ്പോൾ ബാരലിന് 80 ഉണ്ടായിരുന്ന സാധനം 150 വരെ എത്തിക്കൊണ്ടിരിക്കുന്നു, ക്രൂഡ് ഓയിൽ. സോ നമ്മൾ പറയേണ്ടി വരും, ഇറാന്റെ യുദ്ധം ഇറ്റ്സ് എ സ്ട്രാറ്റജിക്കൽ വാർ, ഇറ്റ്സ് എ ലോങ് ടേം വാർ. ഇനിയൊരു 5 കൊല്ലത്തേക്കും കൂടി യുദ്ധം ചെയ്യാൻ റെഡിയാണോ എന്ന് ചോദിച്ചാൽ ദേ വിൽ സേ ഇഫ് യു വാണ്ട് വിൽ ഗിവ് യു. അതാണ് അവരുടെ സ്റ്റാൻഡ്. ഇറാനെ ഒരു തരത്തിലും അവരുടെ ആശയപരം കൊണ്ടൊന്നും ഞാൻ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യുന്നില്ല. ബട്ട് ദ വേ ദേ റെസ്പോണ്ടഡ് ടു ദ ഫൈറ്റ്, ഇറ്റ് വാസ് ഹിസ്റ്റോറിക്, ഇറ്റ് വാസ് ലെജൻഡറി. ബിക്കോസ് ഒരു കാര്യവുമില്ലാതെ അങ്ങോട്ട് പോയി ചൊറിഞ്ഞ അമേരിക്ക പോലെ വേൾഡിൽ ഏറ്റവും നമ്പർ 1 പവറായ ഒരു രാജ്യത്തിനെ ഫക്ക് ഓഫ് എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചടിച്ചിട്ടുണ്ടെങ്കിൽ വി ഹാവ് ടു റെസ്പെക്ട് ദം. അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളുടെ, അമേരിക്ക കീഴ്പ്പെടുത്തിയ രാജ്യങ്ങളുടെ ലിസ്റ്റിൽ ഒരു രാജ്യം കൂടിയായി മാറിയേനെ ഇറാൻ. ഏതുപോലെ? കോങ്കോ പോലെ, ഏതുപോലെ? വെനുസിലെ പോലെ, ഏതുപോലെ? സിറിയയെ പോലെ, ഇറാഖിനെ പോലെ, ലിബിയയെ പോലെ. ഇറാഖിനെ നമുക്ക് അങ്ങനെ കീഴടങ്ങി എന്ന് പറയാൻ പറ്റില്ല, സദ്ദാമിനെ പിടിച്ചുകൊണ്ട് തൂക്കിക്കൊന്നു, അതുകൊണ്ട്. പക്ഷേ ഇറ്റ്സ് എ ഫാക്ട്. അഫ്ഗാനിനെ പോലെ തച്ചൊടച്ച് നശിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അവർ. യമനെ പോലെ തച്ചെടുത്ത് നശിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അമേരിക്ക. സോ ഇറാൻ ക്ലിയർലി സ്റ്റാൻഡ് ഔട്ട് ഫ്രം ദ റോ. ആ ഒരു കാര്യം അംഗീകരിക്കാൻ
ഇസ്രായേൽ തയ്യാറല്ല. കാരണം എന്താ? ഇസ്രായേലിന്റെ ഗ്രേറ്റർ ഇസ്രായേൽ എന്നുള്ള കൺസെപ്റ്റിന് വിലങ്ങുതടിയായി മുമ്പിൽ നിൽക്കുന്ന ഒരേ ഒരു വിലങ്ങുതടി ഈ പറഞ്ഞ ഇറാനാണ്. അപ്പൊ അവരുടെ ലക്ഷ്യം എന്താവും? ഇറാനെ അങ്ങ് അടിക്കണം. ഇപ്പൊ ഇന്ന് ഒന്നും കാണാതെ ഈ മൂലക്ക് മാറി നിന്നുകൊണ്ട് ഈ ഫൈറ്റ് ആസ്വദിക്കുന്ന ചില ആൾക്കാരുണ്ട്. ഞാൻ ഈ പറഞ്ഞ ഗ്രേറ്റർ ഇസ്രായേലിൽ പെടും അവര്. ഇവരെ വിചാരം നമ്മളെ അടുത്തൊന്നും ഒരിക്കലും ഇസ്രായേൽ വരൂല. കാരണം നമുക്ക് പിന്നെ ട്രംപിന്റെ സൈന്യവും അമേരിക്കയൊക്കെ നമ്മളെ സഹായിക്കാനും നമ്മളെ പുൽകാനും ഉണ്ടാവുന്നതാണ് ഈ വിഡ്ഢികളുടെ സ്വർഗത്തിൽ വിരാജിക്കുന്ന ഈ വലിയ ഏമാമാർ വിചാരിക്കുന്നത്. ഇവർക്കറിയില്ല നാളെ ഇന്ന് നിങ്ങളുടെ തോളിൽ കൈയിട്ട് നടക്കുന്ന ഇസ്രായേൽ നിങ്ങൾക്ക് നേരെ തിരിയാൻ ആകെ അവർക്ക് വേണ്ടത് ഒരു ദിവസമാണ്, ഒരേ ഒരു ദിവസം. ഇറാനെ പോലെ ഒരു വൻ ശക്തി വീഴുന്ന ആ ദിവസം. അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ ചരിത്രം ഇവിടെ പറയാനുള്ള കാരണം, ഹിറ്റ്ലറിന്റെ ചരിത്രം മുതൽ ഒന്നാം ലോക മഹായുദ്ധം മുതലുള്ള കാര്യം ഞാനിവിടെ പറയാനുള്ള കാരണം, ഇവരുടെ ഒരു സ്റ്റൈൽ അല്ലെങ്കിൽ മോഡസ് ഓഫ് ഓപ്പറാൻഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. ഇവർക്ക് ഒരു സ്ഥലത്തുനിന്ന് അടി കിട്ടിയാൽ, ഒരു സ്ഥലത്തുനിന്ന് അധിക്ഷേപം നേരിട്ടാൽ അവരാ പക വീടുന്നത് ലോകത്തോട് മൊത്തമാണ്. ദാറ്റ്സ് ദ വേ ദേ ഓപ്പറേറ്റ്. എന്തുകൊണ്ടാണ് ഇവരെ ഇത്രയും ഡേഞ്ചറസ് ആയിക്കൊണ്ട് ചരിത്രത്തിലെ പല ഗ്രന്ഥകർത്താക്കളും ചരിത്രത്തിലെ പല പുസ്തകങ്ങളിലും പല ഏടുകളിലും പല സംഭവങ്ങളിലും ഞാൻ ഈ പറഞ്ഞ മൊത്തമായിട്ട് ഞാൻ അധിക്ഷേപിക്കുന്നില്ല, പക്ഷേ ഈ റേസിൽപ്പെട്ട പല ആൾക്കാരും പല തരത്തിലുള്ള സംഭവങ്ങളിലും രണ്ട് ഭാഗത്തും ഫണ്ട് ചെയ്തതായി കാണപ്പെടുന്നുണ്ട്. ദേ ആർ ഡബിൾ ഏജന്റ്സ്. ഇവര് ലോകത്ത് എവിടെയൊക്കെ യുദ്ധമുണ്ടാകുമ്പോഴും പ്രശ്നമുണ്ടാകുമ്പോഴും രണ്ട് ഭാഗത്തും ഇവരെ കാണുന്നുണ്ട് ആൾക്കാർ. അതുകൊണ്ടാണ് ഈ പ്രോബ്ലം വരുന്നത്. ഒരു ഭാഗത്ത് ഇവർ ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നു, പണം പിന്നെ തന്നാൽ മതി, പേടിക്കണ്ട, അവരെ കൊല്ലാദ്യം. അതേ സമയത്ത് ഇപ്പുറം പോയിട്ട് പറയുന്നു അവർ വരുന്നുണ്ടെങ്കിൽ വരട്ടെ, നിങ്ങൾക്കുള്ള എല്ലാ ഫണ്ടും ഞങ്ങൾ തരാം. സോ പീപ്പിൾ ഫൈറ്റ് ആൻഡ് ഡൈ ബിക്കോസ് ഓഫ് വാട്ട്? ഹിറ്റ്ലർ കണ്ടുപിടിച്ച പോലത്തെ ഒരു കണ്ടുപിടുത്തം ലോകത്തിൽ എല്ലാവരും കണ്ടുപിടിച്ചാൽ തീരുന്ന പ്രശ്നം ഇന്ന് ലോകത്തിലുള്ളൂ. ഹിറ്റ്ലർ ഹോളോകോസ്റ്റിൽ പോകുന്നതിന് മുന്നേ ഒരുപാട് ചർച്ചകളിലും സംവാദങ്ങളിലും, അല്ലെങ്കിൽ ഹിറ്റ്ലറിന്റെ ഭാഗത്തുള്ള ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞാൽ ഹിറ്റ്ലറിന്റെ റേസ് മാത്രം ആര്യൻ സുപ്പീരിയോറിറ്റി, നാസി സുപ്പീരിയോറിറ്റി തിയറിയിൽ തൂങ്ങിപ്പിടിച്ചുകൊണ്ട് ആടി എന്നുള്ളതാണ്. അതിൽ തൂങ്ങിപ്പിടിക്കാതെയും ആടാമായിരുന്നു ഹിറ്റ്ലറിന്. അപ്പോൾ പെയിന്റർ ഹാഡ് സം മിസ്റ്റേക്സ്, അത് നമ്മൾ അംഗീകരിക്കണം. പക്ഷേ ആസ് എ ഹോൾ, പിക്ചർ ആസ് എ ഹോൾ നമ്മൾ കാണുമ്പോൾ അന്ന് നടന്ന ആ കഥയുടെ ബാക്കി തന്നെയാണ് ഇന്നിവിടെ നടക്കുന്നത്. അന്ന് ഏറ്റിട്ടുള്ള അപമാനം, അന്ന് ഏറ്റിട്ടുള്ള ആട്ടി ഓടിക്കപ്പെട്ടത്, സ്ഥലമില്ലാതെ ലോകത്തെവിടെയും ഒരു അഡ്രസ് ഇല്ലാത്ത ജനതയായിക്കൊണ്ട്, ലോകത്തെല്ലാവരും തള്ളിപ്പറയപ്പെട്ട ജനതയായിക്കൊണ്ട്, ലോകത്തെല്ലാവരും അടിച്ചോടിക്കപ്പെട്ട ഒരു ജനതയായിക്കൊണ്ട്, ജീവിച്ച് മടുത്ത ഈ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഈ ഒരു കൂട്ടം ആൾക്കാർ ഇപ്പൊ ശ്രമിക്കുന്നത് അവർക്ക് ലോകത്തെ ഏറ്റവും വലിയ രാജ്യം വേണം എന്നാണ്. അവരുടെ രാജ്യത്തെ നൊയന് കയറിക്കൊണ്ട് നീട്ടി കൊണ്ടുപോയിക്കൊണ്ട് ഒരറ്റം വരെ എത്തിക്കാം. ഞാൻ ഒരു സിമ്പിളായ കാര്യം ചോദിക്കാം, എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്നല്ലാതെ ചോദിക്കാം. നമ്മുടെ രാജ്യം സോ കോൾഡ് നമ്മുടെ ഇന്ത്യ, ഓക്കെ, ഇന്ത്യക്ക് ബോർഡേഴ്സ് ഉണ്ട്, ചൈനയുമായിട്ട് ബോർഡേഴ്സ് ഉണ്ട്, പാകിസ്ഥാനുമായിട്ട് ബോർഡർ ഉണ്ട്. ഈ ബോർഡറിൽ നമ്മുടെ ശത്രുരാജ്യമായ പാകിസ്ഥാൻ അങ്ങനെ തന്നെ ശത്രുരാജ്യമാണല്ലോ. ആ കൈവേറകളെന്നും നമുക്ക് തലവേദന ഉണ്ടാക്കിയിട്ടുള്ളൂ. അവര് ഏതെങ്കിലും ഒരു ബോർഡറിൽ കയറിയിട്ട് കുറച്ച് സ്ഥലം ഇങ്ങോട്ട് എടുക്കുക, നമ്മളെ ആൾക്കാരെ ബോംബ് ചെയ്യാണ്, നമ്മൾ അവരെ ബാക്കി വെക്കുമോ? തച്ച് താർക്കൂലേ? സിമ്പിൾ. അതേ സംഭവമാണ് നടക്കുന്നത്. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ പലസ്തീനെ സംബന്ധിച്ചിട്ട് അവരെ അതിർത്തി പങ്കിടുന്ന രാജ്യം മാത്രമേ ഉള്ളൂ. അവരാ നിങ്ങൾ കയറി വന്നിട്ട് പറഞ്ഞത് എല്ലാം ദൈവം നമുക്ക് തരാമെന്ന് പറഞ്ഞാൽ ഇറങ്ങിക്കോ മക്കളെ കൊന്നോ കൊലപാതകം ചെയ്തു. ഇപ്പൊ ലെബനാൻ ചെയ്തത് എന്താ? ദൈവം പറഞ്ഞ പോലെ ലെബനാൻ ഇവരെയാണ്, അതുകൊണ്ട് ലെബനാൻ ഇവരെ തച്ചു കൊല്ലും. അതിന് അവിടുത്തെ കൈവരുടെ മോനായിട്ടുള്ള അവരുടെ പ്രസിഡന്റ് വന്നിട്ട് നെതന്യാഹു വന്നിട്ട് പറയുക ഹെസ്ബുള്ള എവിടെ ഉണ്ടെങ്കിൽ ഞാൻ കൊല്ലും. എടാ കള്ള കൈവരുടെ മോനെ, ഹെസ്ബുള്ള എവിടെ ഉണ്ടെങ്കിൽ നീ ഹെസ്ബുള്ളയെ തപ്പിക്കൊല്ലടാ. കുട്ടികളെ എന്തിനാ കൊല്ലുന്നത്? സ്ത്രീകളെ എന്തിനാ കൊല്ലുന്നത്? പാവപ്പെട്ട സിവിലിയൻസിന്റെ മേലേക്ക് എന്തിനാണ് കയറുന്നത്? ഈ ഒരു ചോദ്യം മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. നിങ്ങള് സോക്കോൾഡ് ലോകത്തിപ്പോ യുദ്ധക്കൊതിയന്മാരായ അമേരിക്കയും ഇസ്രായേലും, നമ്മൾ പറഞ്ഞ ഇറാനെയും കൂട്ടിക്കോ, ഇറാനും യുദ്ധക്കൊതിയുണ്ടെന്ന് കൂട്ടിക്കോ, ഇവരെല്ലാം കൂടി നിങ്ങളെല്ലാം കമ്പൈൻഡ് ആയിട്ട് നിങ്ങൾ എത്ര ആൾക്കാരാണോ യുദ്ധം ചെയ്യാൻ പോകുന്നത്, ഈ യുദ്ധം ചെയ്യാൻ പോകുന്ന എല്ലാ മഹാന്മാരും കൂടി പണ്ട് ഒരു ആലുവ മണപ്പുറം എന്ന് പറഞ്ഞ പോലെ അന്റാർട്ടിക്ക ഉള്ള നല്ല തണുപ്പുള്ള സ്ഥലമാണല്ലോ, അവിടെ ആകുമ്പോൾ ബോംബിടുമ്പോൾ വലിയ വിഷയം വരില്ല. അന്റാർട്ടിക്കയുടെ ഒരു മൂലക്ക് പോയിട്ടോ, അല്ലെങ്കിൽ സൗത്ത് പോളിൽ പോയിട്ടോ, ആർട്ടിക് സർക്കിളിൽ പോയിട്ടോ, ഇനി അല്ലെങ്കിൽ അമേരിക്കയുടെ നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ ആ ഏരിയയിൽ പോയിട്ടോ, നിങ്ങൾ അവിടെയായിട്ടും പോയി അടിയതിന് ചാവടാ കൈവേറകളെ.
ഈ ലോകത്തുള്ള എല്ലാ സമാധാനം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ലോകത്തിന്റെ നാളെയുടെ പ്രതീക്ഷയായിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ കൊണ്ടുപോയിട്ടാണോ നിന്റെയൊക്കെ അമ്മൂമ്മയ്ക്ക് പിണ്ടം വെക്കാനുള്ള ഗ്രേറ്റർ ഇസ്രായേൽ ഉണ്ടാക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ ക്ലോസ് ചെയ്യുന്നു. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്. ബൈ.